പ്രൈസ് ദി ലോർഡ്. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ അനുഭവിച്ച ആത്മാവിന്റെ ദൈവകൃപയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു കാരണം ചരിത്രപരമായി കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം രേഖപ്പെടുത്തിയ ദൈവിക അഭിഷേകം അവർ സകല ജഡത്തിന്റെ മേലും ഈ ആത്മപകർച്ച ഉണ്ടാകണമെന്നും ഈ ആത്മസ്നാനത്തിന്റെ ആഴത്തിലേക്ക് വരണമെന്നുമാണ് കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തില് 11-ാമത്തെ വചനത്തില് ഒരു ആത്മസ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അഗ്നിയാലുള്ള ഒരു ആത്മസ്നാനമുണ്ട്. ഇതാണ് അപ്പോസ്തലന്മാര് അവരുടെ മേലേക്ക് അഗ്നിശലാകകളായ തീനാവുകൾ അവരുടെ മേലേക്ക് വ്യക്തിപരമായി ഓരോരുത്തരുടെ മേലും വന്ന് പതിഞ്ഞു. അവർ ആത്മനിറവിന്റെ അനുഭവത്തിലേക്കാണ് വന്നത്. ഈ ആത്മനിറവിന്റെ അനുഭവം അവർക്ക് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ 4 മുതലുള്ള വചനഭാഗം അപ്പോസ്തല പ്രവർത്തനം 2-4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷയെക്കുറിച്ച് അത് അപ്പോസ്തലന്മാരിലൂടെ അന്ന് അന്യഭാഷ അവർ സംസാരിച്ചു. അതിനുശേഷം അന്യഭാഷ വരത്തിന്റെ ആവശ്യമില്ല, അതൊക്കെ നിന്നുപോയി എന്ന്. ഇവിടെ തിരുവെഴുത്തിലുള്ള ഒന്നും നിന്നുപോയിട്ടില്ല. നിന്നുപോയ ഒരു കാര്യങ്ങളും ആകപ്പാടെ നിന്നുപോയത് പാപത്തിന്റെ പ്രവൃത്തികളെ യേശുവിന്റെ രക്തത്താൽ എന്നേക്കുമായി നമ്മുടെ ഉള്ളിൽ നിന്ന് യേശു കഴുകി ശുദ്ധീകരിച്ചു വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അകത്ത്. പാപയാഗങ്ങളെ കർത്താവ് എന്നേക്കുമായി നിർത്തി. അവിടെ കർത്താവിന്റെ കൃപ വെളിപ്പെടേണ്ടതിനാണ് കർത്താവ് അങ്ങനെ പറയാൻ ഇടവന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവരെല്ലാം ആത്മാവിൽ ആത്മീക വർധനമുണ്ടാകുമെന്ന ബൈബിൾ പറയുന്നത്. പൗലോസ് തന്നെ പറയുന്നു, നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എന്ന്. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിട്ടാണ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചത്. കണ്ടോ, മനുഷ്യന്റെ ഭാഷയല്ല, ദൈവത്തോടുള്ള ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ ആനന്ദം, ആ സ്വർഗീയ കൃപ അനുഭവിക്കാനുള്ള ഒരു ദൈവീക അഭിഷേകമാണ് ശിഷ്യന്മാർ അനുഭവിച്ചത്. ലോകവും ലോകത്തിലുള്ളതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സ്വർഗം സംസാരിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങുന്നു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ, ഈ അന്യഭാഷയിൽ സംസാരിക്കുവാൻ ആത്മവരമാണ് അവർക്ക് കിട്ടാനിട വന്നത്. നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്കാണ് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആഗ്രഹത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും കാലവും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് വിട്ട് ആത്മാവ് നമ്മുടെ നാവിൽ അവന്റെ ആത്മീയ കൃപകളെ നിറച്ച് ദൈവത്തിന്റെ കൃപയിലേക്ക് ചേർന്ന് നമുക്ക് ആരാധിക്കുവാൻ ദൈവം ഇടയാക്കും. ആരാധിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, ഭാരം മാറും, രോഗം മാറും, ദുഃഖം മാറും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ശക്തമായി ഉറയ്ക്കാൻ ഇടവരും. നമുക്ക് ആത്മീയ വർധനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുകയാണ്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇടപെടും. കാരണം അവന്റെ കരം
ശിരസിന്മേൽ വെക്കുകയും ആത്മാവിന്റെ അഭിഷേകം അകത്തേക്ക് വ്യാപരിക്കുവാൻ കർത്താവ് ഇടയാക്കും. അപ്പോൾ തന്നെ കെട്ടുകൾ അഴിയും, രോഗത്തിൻ്റെതായ ഭാരബന്ധനങ്ങളെല്ലാം അഴിയും, വേദനിക്കുന്ന മനസ്സിന്റെ വേദനയുടെ ദുഃഖത്തിന്റെ ഭാരങ്ങളെല്ലാം വിടുവിച്ചു കളയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശക്തി ഈ വചനം കേൾക്കുന്നവരുടെ അകത്തേക്ക് നീ വെളിപ്പെടുത്തണമേ. ശക്തിയായി നിറയട്ടെ, ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരട്ടെ. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.